ഇതാ നാട്ടിൽ നിന്ന് വന്ന സാധനങ്ങളാണ് നമ്മുടെ കൂട്ടുകാരൻ മൻസൂർ കൊണ്ടുവന്നത്. ഇത് ബീഫ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ, പച്ച പപ്പായാണ്. ഇതെന്താ സാധനം? ഇത് ചക്കക്കുരു കേട്ടോ. ഇത് പത്തിരിയാണ്, നമ്മുടെ ബീഫിലേക്കുള്ള. എന്താ മാംഗോ പിക്കിള, മാങ്ങ അച്ചാർ അല്ലേ? അല്ല ബീഫോ? ഇത് ബീഫാണല്ലോ. അപ്പോൾ ഇതോ അല്ലേ? ഇത് പിക്കിള്, മാംഗോ അച്ചാർ. അപ്പോൾ 2 ബീഫുണ്ടോ? അത് ശരിയാണ്. സക്ക ഇതാണ് സാധനം കേട്ടോ. ഇതൊന്ന് നോക്കിയാ, നമ്മുടെ ചീനമുളക് ഉപ്പിലിട്ടത്. ഇതെന്താണ് എല്ലാത്തിനും വെള്ളം വരുന്നത്? ഒന്ന് പ്രശ്നം. നമ്മുടെ നാട്ടിൽ വീട്ടിലുണ്ടായ കറിവേപ്പില, കോവക്ക, ചീനമുളക്, പയറ്, എന്തെല്ലാം സാധനങ്ങൾ, എല്ലാം വീട്ടിൽ നിന്ന് വന്ന സാധനം കേട്ടോ. എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് വന്നതാണ്. എന്തൊക്കെയുണ്ടോക്ക്? ഇതാ ചക്കക്കുരു പൂതിയായിട്ട് കൊണ്ടിരിച്ചാണ്, അച്ചാർ, ബീഫ്, പപ്പായ, പത്തിരി, ചീനമുളക് ഉപ്പിലിട്ടത്, നമ്മുടെ വീട്ടിലെ കറിവേപ്പില. ഈ സാധനത്തിൻ്റെ പേരെന്താണ്? ഇതാണ് നിത്യവഴുതന കേട്ടോ. നിത്യവഴുതന എന്ന് പറഞ്ഞ സാധനമാണിത്. പിന്നെ കോവക്ക ഉണ്ട്, ചെറിയൊരു കയ്പൊക്കെ ഉണ്ട്, കാട്ടുകയ്പ എന്നാണ് ഇതിന് പറയുക. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങളാണ്. പിന്നെ നമ്മളിതിൽ പറയാൻ പറ്റുന്ന ഒരു സാധനം ഇതാ. ഇത് നമ്മളെ ഒറിജിനൽ പൊന്നാങ്കണ്ണി എന്നുള്ള സാധനം ഞങ്ങളിവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ ഞാൻ 2 പൊതി ബീഫ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു പൊതി ബീഫല്ല കേട്ടോ. ഇതാ കാവാത്ത് എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ കാവുത്ത് എന്നാണ് പറയും. കാവുത്തും കായ് നല്ല അടിപൊളി, നല്ല ചോര കാവുത്തെന്ന് തോന്നുന്നുണ്ട്. ഇതാ ചോറുണ്ട്, നല്ല സാധനമാണ്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വന്നത്. ബീഫ് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫുണ്ട്, പത്തിരി ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ഡിന്നറാണിത് കേട്ടോ. നല്ല സൂപ്പർ ബീഫാണ്.